800 മില്ലി ആംസേ ഈ മോട്ടർ എടുക്കുന്നുള്ളൂ വർക്ക് ചെയ്യാൻ. 12 വോൾട്ടിലാണ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സ് പഠിക്കുന്നവരാവട്ടെ, ടെക്നീഷ്യൻസ് ആവട്ടെ, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുന്നവരാവട്ടെ, ആരാണെങ്കിലും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, നിങ്ങൾ അത്യാവശ്യം കരുതേണ്ട ഒരു പ്രോഡക്റ്റാണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അത് എത്തരത്തിലായിരിക്കണം? നമ്മളുടെ ഇഷ്ടാനുസരണം 2 വോൾട്ട് അല്ല 5 വോൾട്ട്, 12 വോൾട്ട്, 20 വോൾട്ട്, 30 വോൾട്ട്, ഏത് വോൾട്ടും ഏത് ആംബിയറും. അതിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതിൽ നമ്മൾ CCCV, കോൺസ്റ്റൻറ്റ് വോൾട്ട് കോൺസ്റ്റൻറ്റ് കറണ്ട് എന്നീ രീതിയിലുള്ള ബോർഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പഴയ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ. നമ്മളത് വില കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നല്ല ക്വാളിറ്റിക്ക് ഒരു 5000 മുതൽ മുകളിലേക്ക് 7000, 12000, 30000 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഒഴിവായിക്കൊണ്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ വളരെ ഭംഗിയായി നിങ്ങൾക്ക് ആ കമ്പോണൻ്റൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കൊണ്ട് സ്വയം വീട്ടിലിരുന്ന് അസംബിൾ ചെയ്ത് വർക്ക് ചെയ്യിക്കാം എന്നുള്ളതാണ് പൂർണ്ണമായിരുന്നു കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും നമ്മൾ സോക്കറ്റുകളാണ് കൊടുത്തു വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു SMPS ആവട്ടെ, അല്ലെങ്കിൽ ആംപ്ലിഫയർ അവിടെ ഇരിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും ഉണ്ട്, എനി ടൈപ്പ് ഓഫ് പവർ സപ്ലൈസ് നിങ്ങൾക്ക് അതിനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പവർ സപ്ലൈ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇനി ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ അതിനും വേണ്ടി യൂസ് ചെയ്യാം. അതല്ല, ഇതിനു വേണ്ടി ഒറ്റയ്ക്കൊരു പവർ സപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ എത്രയോ വീഡിയോസ് ചെയ്താണ് ഒരു പവർ സപ്ലൈ നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര വോൾട്ടേജാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാക്സിമം. ഒരു 40 വോൾട്ട് ആണെങ്കിൽ 40 വോൾട്ട് ഒരു 5 ആംബിയർ അല്ലെങ്കിൽ 10 ആംബിയറിൻ്റെ വാങ്ങി അവിടെ പെർമനൻ്റായിട്ട് സൂക്ഷിക്കുക. അതിനുശേഷം വേണം ഇലക്ട്രോണിക്സ് ഫീൽഡിലേക്ക് കടക്കാൻ. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യമായി ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ഓരോ ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ അസംബിൾ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു ബോക്സ് സംഘടിപ്പിക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഒരു പെട്ട് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഇവിടെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വോൾട്ട് മീറ്ററും ഇങ്ങനത്തൊക്കെ ഫിറ്റ് ചെയ്യാൻ സൗകര്യമായിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ 2 നോബ് കൊടുക്കാം. ഇനി ആദ്യം ഈ വോൾട്ട് മീറ്ററിൽ ഇത് വർക്ക് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 5 വോൾട്ട് ആവശ്യമുണ്ട്. നമുക്ക് ഇതിന് ഫിക്സഡ് 5 വോൾട്ട് കൊടുക്കുന്നതാണ് ആവശ്യം. മറ്റ് വോൾട്ടേജ് നമുക്ക് വേറെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ഇതുപോലൊരു ചെറിയ ബോർഡ്, ഇതിന് വിലക്കുറവാണ്, 50 റുപ്പീസോ 70 റുപ്പീസേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഇതിനകത്തേക്കും ഇപ്പോൾ 40 വോൾട്ടോ 60 വോൾട്ടോ ഇൻപുട്ട് കൊടുക്കാൻ കഴിയും. ഇത് കൃത്യം 5 വോൾട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് അതവിടെ സ്ക്രൂ ചെയ്ത് കണക്ഷൻ കൊടുക്കുന്നു. പിന്നെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ബോർഡ് എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരു ബോർഡ് നിങ്ങൾ വാങ്ങണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അബദ്ധം വേണ്ട. ഇപ്പോൾ ബാംഗ്ലൂർ ഒരു ഇലക്ട്രോണിക് കമ്പോണൻറ്റ്.com എന്നൊരു കമ്പനിയുണ്ട്. പണ്ടെന്തോ സാധനം വാങ്ങിയിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ 2800 രൂപ എന്തോ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തപ്പോൾ അപ്പോൾ കമ്പനി ഇല്ല, ഇമെയിലും എടുക്കുന്നില്ല, ഫോണും എടുക്കുന്നില്ല, നഷ്ടപ്പെട്ടു. വളരെ ശ്രദ്ധിക്കുക, ഞാൻ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഈ പ്രോഡക്റ്റ് തന്നെ ചോദിച്ച് വാങ്ങുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇതിൻ്റെ പ്രത്യേകത, ഇതിനകത്തും ഇതുപോലെ നമുക്ക് 40 വോൾട്ട് അല്ലെങ്കിൽ 50 വോൾട്ട് 60 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റും. ഇത് 7 ആംബിയർ, 10 ആംബിയർ, 15 ആംബിയർ പല ആംബിയറിലും വാങ്ങാൻ കിട്ടും. ഇത് 7 ആംബിയറിൻ്റെയാണ്. നിങ്ങൾ ഇതുപോലെ നോക്കിയിട്ട് ഈ ഫോട്ടോ നോക്കി വാങ്ങാം. വാങ്ങിയതിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പറഞ്ഞുതരാം. ഇൻപുട്ടിൻ്റെ കാര്യത്തിൽ ഇതിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇതിലിപ്പോൾ 40 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതിലും 40 കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കും ഇതിൻ്റെ ഇൻപുട്ട് എവിടെയാണെന്നുള്ളത്. ഈ 2 ഇൻപുട്ടും ഇൻ എഴുതിയിട്ടുണ്ട്, കൃത്യം കാണാം. ഇൻപുട്ട്, പിന്നെ ഇത് ഔട്ട്പുട്ട്, ഇത് പുറത്തേക്ക്. അപ്പോൾ ഇന്നും ഔട്ടും ഇവിടെ കിട്ടും. ഇനി ഇന്ന് നമ്മൾ 40 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി പുറത്തേക്ക് കിട്ടുന്നത് 35 വോൾട്ട് വരെ കിട്ടും. പിന്നെ ഇന്ന് കൊടുക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 7 വോൾട്ട്, 8 കൊടുക്കാം, 15 കൊടുക്കാം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം. പിന്നെ ഈ 2 മൾട്ടി ടേൺ പ്രീസെറ്റ് എന്ന് പറയും. ഇതിൻ്റെ ആവശ്യം, ഇതിലാണ് നമുക്ക് ഇൻപുട്ട് കൊടുത്തത് എത്ര വോൾട്ടാണെങ്കിലും നമുക്കിപ്പോൾ 12 വോൾട്ടാണെങ്കിൽ ഇത് തിരിച്ച് 12 സെറ്റ് ചെയ്യുക. അതുപോലെ ആംബിയർ, നിങ്ങൾക്ക് മില്ലി ആംബിയർ വേണോ അല്ലെങ്കിൽ 1 ആംബിയർ വേണോ 1.5 ആംബിയർ വേണോ അതും ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെ ഇങ്ങനെയുള്ള നല്ല ബോർഡിലേക്ക് കിട്ടും. 475 രൂപയോളം വില വരുന്നുണ്ടെന്ന് തോന്നുന്നു ഏകദേശം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്ന ഒരു LED കാണാം. അതിനകത്ത് ഒരു ഇൻവെസ്റ്റർ LED ഉണ്ട്. ഈ LED നമ്മളിവിടുന്ന് റിമൂവ് ചെയ്തെടുക്കണം ബോക്സിൽ ഫിറ്റ് ചെയ്യാൻ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ ഔട്ട്പുട്ട് ഷോർട്ടായാൽ, പോസിറ്റീവ് നെഗറ്റീവിന് ഷോർട്ടായാൽ ഇതിന് കംപ്ലയിൻറ്റ് വരില്ല. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ ലൈറ്റ് ബ്ലൂ കളർ എന്നുള്ളത് റെഡിലേക്ക് മാറും. തിരിച്ച് ഷോർട്ട് എപ്പോഴാണോ മാറുന്നത് അപ്പോൾ വീണ്ടും തിരിച്ചു വരും. ഇനി ഇത് MTP ചെറിയ സ്ക്രൂ ഡ്രൈവറും വേണം. നിങ്ങൾക്ക് തിരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ,
ഇതിന് സെയിം വാല്യൂ, ഇതിപ്പോൾ 10K ആണെങ്കിൽ ഇവിടെ എഴുതി കാണും 10K എന്നതിൻ്റെ അതേ വാല്യൂ ഉള്ള 2 സാധാരണ പൊട്ടൻഷ്യോമീറ്റർ വാങ്ങുക, ഇങ്ങനത്തെ 3 ലെഗ് ഉള്ളത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം, ബോക്സിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ സൈഡിൽ എവിടെയും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തിരിക്കാം. ഒരു പവർ സ്വിച്ച്, ജസ്റ്റ് ഇത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ച് വേണ്ടേ, ഒരു സ്വിച്ച് ഇതാ ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കുന്നു, പവർ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് കൊടുക്കുന്നു. പിന്നെ 2 പൊട്ടൻഷ്യോമീറ്റർ കൊടുക്കുന്നു, വോൾട്ട് മീറ്റർ കട്ട് ചെയ്ത് വെക്കുന്നു. ഈ ബോർഡുകളൊക്കെ ഇതിനകത്ത് ഇൻസൈഡിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ DC സോക്കറ്റ്സ് വേണം 2 ഒന്ന് അകത്തോട്ട് സപ്ലൈ കൊടുക്കാനും പുറത്തേക്ക് എടുക്കാനും. അപ്പോൾ അതിവിടെ ഹോളിട്ട് 2 അറ്റത്ത് കൊടുക്കുക. അപ്പോൾ ഇൻ ഔട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കൊടുക്കുന്ന 25 വോൾട്ട് അല്ലെങ്കിൽ 30 വോൾട്ട് ഏതാണോ അതിവിടെ ജസ്റ്റ് ഇങ്ങനെ പിന്നെ സോക്കറ്റ് ഉപയോഗിച്ച് ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വയർലെസ് ഹോൾഡർ, പിന്നെ ബോക്സിന് കംപ്ലയിൻറ്റ് വരുന്നില്ല. ഇങ്ങനെ കൊടുക്കാനും പുറത്തേക്ക് എടുക്കാനും ഇങ്ങനത്തെ 2 ഇത് യൂസ് ചെയ്യാം. ഇത് ഫീമെയിൽ, മെയിൽ. ബോക്സിനകത്ത് വൃത്തിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ 2 MTP അഴിച്ച് പകരം ഇതുപോലെ 2 വോളിയം കൺട്രോൾ കൊടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് വോൾട്ട് മീറ്റർ ഫിറ്റ് ചെയ്യാം, പവർ സ്വിച്ച്, പിന്നെ പുറത്തേക്കുള്ള 2 സോക്കറ്റുകൾ ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് കൊടുക്കാനും നല്ല സൗകര്യമായിരിക്കും. അതുപോലെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അവർക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ചാനൽ മൊബൈലിൽ എടുത്താലും PC എടുത്താലും നിങ്ങളിവിടെ കാണുന്നില്ലേ മോർ എന്ന് എഴുതിയിരിക്കുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങാനുള്ളതും മറ്റ് ചാനലിലേക്കുള്ള ഗൈഡ് ലൈൻസും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. പിന്നെ അത്രയും സമയം വെറുതെ സോൾഡറിങ് ഒന്നും ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. മുഴുവൻ വയറിങ് ചെയ്തതിന് ശേഷം ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗം കൂടി ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ ആണ് തൽക്കാലം എടുത്തിരിക്കുന്നത്, നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം. ഇതാ ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ. ഇവിടെ നിന്നാണ് 2 വയർ എടുത്തിരിക്കുന്നത്, 28 വോൾട്ട് അതിങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഓരോ ഭാഗങ്ങളും ക്ലോസപ്പിലൊന്ന് നോക്കാം എന്തൊക്കെയാണ്. നോക്കിക്കോളൂ, വയറിങ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ബോക്സിനകത്ത് ആക്കാതിരിക്കുന്നത് അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയാണെങ്കിൽ വേഗം മനസ്സിലാവും. ഇതിന് ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഇൻപുട്ട് വരുന്നത്. ഇതിൻ്റെ സെൻട്രൽ 2 നെഗറ്റീവാണ്, ഗ്രൗണ്ട്. ഇത് ഇൻപുട്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ 28 വോൾട്ടോ 60 വോൾട്ടോ ഇൻപുട്ട് കൊടുക്കേണ്ട വയറാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ഈ റെഡ് വയർ, ഈ വയർ ഇത് അവിടുന്ന് വരുന്നു, ആംപ്ലിഫയറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അതേ വയർ തന്നെ ഞാൻ ഈ സെയിം നമ്മൾ ഈ ചെറിയ ബോർഡിലേക്കും കൊടുത്തിരിക്കുന്നു, ഡിസ്പ്ലേക്ക് വേണ്ടി ഇൻപുട്ട്. അതുപോലെ ഗ്രൗണ്ട് ഇവിടെ കൊടുത്തു, അതേ ഗ്രൗണ്ട് ഇങ്ങോട്ടും കൊടുത്തു 2നും. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 5 വോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് നേരെ ഇങ്ങോട്ട് കൊടുത്തു. വോൾട്ട് മീറ്ററിൻ്റെ ബ്ലാക്ക് ആൻഡ് റെഡ് വയർ 2 തടി കുറഞ്ഞ 2 വയർ, അത് മാറാനൊന്നുമില്ല. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. അപ്പം ഇതിന് 28 വോൾട്ട് കിട്ടിക്കഴിഞ്ഞു, DC 5 ആമ്പിയർ. ഇതിനും 28 വോൾട്ട് കിട്ടിക്കഴിഞ്ഞു. ഇത് 2നും ഇൻപുട്ട് 28 കിട്ടി. ഇതിൻ്റെ ഔട്ട് 5 വോൾട്ട് എടുത്തിട്ട് വോൾട്ട് മീറ്ററിലോട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഔട്ടാണ് ഈ ബാക്കിയുള്ളത്. പിന്നെ വോൾട്ട് മീറ്ററിന് വരുന്ന 2 തടിച്ച വയറിൽ ഒന്ന് കറുപ്പാണ്. ആ കറുപ്പ് നേരെ ഇതിൻ്റെ ഗ്രൗണ്ടിൽ കൊടുത്താൽ മതി, സെൻറ്ററിൽ കൊടുത്താൽ മതി. അതിൽ മാറ്റമൊന്നുമില്ല, അതവിടെ ഇരുന്നുണ്ട്, അതിൽ കാര്യമില്ല ഇനി നമുക്ക്. പിന്നെ ഈ തടിച്ച വയർ ചോപ്പ് മീറ്ററിൽ നിന്ന് വരുന്ന ഈ വയറാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഈ തടിച്ച വയർ ഇതിലേക്കാണ് നമ്മൾ ലോഡ് കൊടുക്കുക. ലോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നേരിട്ട് ഇതിൻ്റെ ഔട്ടിൽ നിന്ന് എടുത്തു. ഇവിടുന്ന് ഔട്ടിൻ്റെ പോസിറ്റീവ് നമ്മൾ ലോഡിലേക്ക് ഔട്ട് പോസിറ്റീവ് നേരിട്ട് എടുക്കുന്നൊരു വയർ കൊടുക്കുന്നില്ല. ഇത് കളറ് ചുവപ്പാണെങ്കിലും ഇത് നെഗറ്റീവായിരിക്കും മീറ്ററിൻ്റെ. അപ്പോൾ ഇത് നെഗറ്റീവായും ഇത് പോസിറ്റീവായും കൺസിഡർ ചെയ്തിട്ട് വേണം മോട്ടറൊക്കെ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വേരിയബിൾ വോൾട്ടേജ് കാണേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ഔട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുതിയ ബോർഡിൻ്റെ ഔട്ടിൽ, കാരണം ഇവിടെയാണല്ലോ വേരിയേഷൻ വരുന്നത്. ഇതിൽ 5 വോൾട്ട് വേരിയേഷൻ വരുന്നില്ല. ഇവിടെ നമ്മൾ ഇത് തിരിക്കുന്നതിന് ഈ MTP തിരിക്കുന്നതിനനുസരിച്ച് വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കും. ഇതിൽ ആംബിയർ സെറ്റ് ചെയ്യാം. ജസ്റ്റ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് കൺസ്യൂം ചെയ്യുന്ന വോൾട്ടും ആംബിയറും കാണിക്കും. ഇത് ഔട്ട്പുട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ എന്താ കാണുന്നത് നോക്കാം. ജസ്റ്റ് ഞാൻ സപ്ലൈ ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഓൺ ചെയ്തു. ഇപ്പോൾ എന്താ നിങ്ങൾ കാണുന്നത്? ഇവിടെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 28 വോൾട്ട് ഇൻപുട്ടിൽ, ഇവിടെ കാണുന്നത് 12 വോൾട്ട്. അതെന്താണ് കാരണം? ഞാൻ ഈ പ്രീസെറ്റ് തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കൺഫേം ചെയ്യണ്ടേ, ശരിയാണോ, ഞാൻ പറയുന്നത് ശരിയാണോ നോക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഇതാ മൾട്ടിമീറ്ററിൽ കൊടുക്കാം. മൾട്ടിമീറ്റർ കൊടുത്തതിന് ശേഷം റേഞ്ച് ഞാനിവിടെ 200 DC-യിലിടാം.
ഈ ഇൻപുട്ടിലേക്ക് ഞാൻ ഒരാൾ നോക്കാം. കൊടുത്ത വോൾട്ടേജ് എത്ര നമുക്ക് ആദ്യം കൺഫേം ചെയ്യണ്ടേ. ഇൻപുട്ടിലേക്ക് കൊടുത്തത് കൺഫേം ചെയ്യാം. മൾട്ടിമീറ്റർ നോക്കൂ, 28.1 28.1. അതായത് ഞാൻ ഇവിടെ കൊടുത്ത് മൾട്ടിമീറ്ററിൽ കൊടുത്ത് നിങ്ങൾക്ക് കാണാം പ്രോബ്. അതിനുശേഷം 28.1 വരുന്നത്. ആ 28 ഇവിടെ ഔട്ടിലെത്തിയ സമയത്ത് എന്തായി? 12 അതിൻ്റെ തന്നെ ഔട്ട് നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ട് നിന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് മീറ്ററിലോട്ട് കൊടുത്തു, യെല്ലോ വയറിൽ വോൾട്ടേജ് കാണിക്കാൻ വേണ്ടി. ഇനി ഇത് എപ്പോഴാണ് മാറുന്നതെന്ന് നോക്കിക്കോളൂ. ഞാൻ ഇവിടെ തിരിക്കുന്നതിനനുസരിച്ച് മാറും. ഇതാണ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഭവം. പ്രീസെറ്റ് MTP. ഇതാ ഞാൻ തിരിക്കുമ്പോൾ 12.6 ആവുന്നു, 12.9, 13, അങ്ങനെ 28-നേക്കാൾ 5 വോൾട്ട് 25 വോൾട്ട് വരെ നമുക്ക് ഇതിൽ കൂട്ടാൻ കഴിയും. കാരണം ഇൻപുട്ട് അത്രയാണല്ലോ കൊടുത്തത്. 40 കൊടുക്കുന്നെങ്കിൽ നമുക്ക് 35 വരെ എത്താം. കുറയ്ക്കാൻ നമുക്ക് 1 വോൾട്ടോ 2 വോൾട്ടോ എത്ര വേണമെങ്കിൽ കുറയ്ക്കാം. ഞാനിപ്പോൾ 12 വരെ സെറ്റ് ചെയ്യാൻ കാരണം 11.9 12 സെറ്റ് ചെയ്യാൻ കാരണം ഒരു ചെറിയ DC മോട്ടർ ഒന്നിൽ കൊടുത്ത് നോക്കാനാണ് വർക്കിംഗ്. 12 സെറ്റ് ചെയ്തു. ഇപ്പോൾ ആംബിയർ ഇല്ല. ഇപ്പം മോട്ടോറിലേക്ക് മോട്ടറിൻ്റെ വയർ കാണിച്ചതാ നെഗറ്റീവ്. ഇത് മോട്ടോറിലേക്ക് ഞാൻ ഈ വരുന്ന പോസിറ്റീവ് നേരിട്ട് ഇവിടെ കൊടുത്തു. നമ്മളെ ബോർഡിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നേരിട്ട് കൊടുത്തു. ഇനി ഈ മീറ്റർ വഴിയുള്ള ഈ നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നു. ഞാൻ കൊടുത്തു. ഇതാ അപ്പോൾ മോട്ടോർ ഓണായി. ഇനി നോക്കിക്കോളൂ, ഇവിടെ എന്താണ് 12 വോൾട്ടിൻ്റെ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. കൺസ്യൂം ചെയ്യുന്നത് 0.80 ആംസ്. 800 മില്ലി ആംസേ ഈ മോട്ടർ എടുക്കുന്നുള്ളൂ വർക്ക് ചെയ്യാൻ. 12 വോൾട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. വോൾട്ടേജ് ലേശം കൂട്ടി നോക്കാം. അങ്ങനെ വോൾട്ടേജ് കൂട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. 12 വോൾട്ടിൻ്റെ വോൾട്ടേജ് കൂടിയാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കിക്കോളൂ. 12.2 ആകുമ്പോഴേക്കും 12.4 ആകുമ്പോഴേക്കും ഇവിടെ മില്ലി ആംബിയർ കൂടി, 820 മില്ലി ആംസ് കൂടി. അതാണ് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൺസ്യൂം ചെയ്യുന്ന ആംബിയർ കൂടും. അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ആംബിയർ കുറയും. വോൾട്ടേജ് 12 സെറ്റ് ചെയ്യുമ്പോൾ ആംബിയർ നോക്കിക്കോളൂ. 12.0 ഇപ്പോൾ 80ലേക്ക് 800 മില്ലി ആംസിലേക്ക് കോൺസ്റ്റൻ്റായി. കാരണം എന്ത് വേരിയേഷൻ നമ്മുടെ ഔട്ട്പുട്ടിൽ ലോഡിൽ വന്നാലും അത് കാണാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഈ ഭാഗം മനസ്സിലായി. ഇനി നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെയാണ് ഇതൊരു ബാറ്ററി ചാർജറായിട്ട് യൂസ് ചെയ്യുക. അതാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ചാർജർ. അപ്പോൾ ബാറ്ററി ചാർജറായിട്ട് യൂസ് ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങൾ അതിന് എത്ര ചാർജ് വേണമെന്നുള്ളത് കണ്ടുപിടിക്കണം. വോൾട്ട് നിങ്ങൾക്കറിയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു 7Ah ബാറ്ററി, ഇതാണ് 7Ah ബാറ്ററി കാണുമല്ലോ, 7Ah. ഈ 7Ah ബാറ്ററി 12 വോൾട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഇത് ഒരു ലിത്തിയം അയോൺ ബാറ്ററിയാണ്. 2200 mAh ആണത്. 2200 mAh. ഇവിടെ 2200 mAh. വോൾട്ടേജ് 3.7 3.7. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം 7Ah ബാറ്ററി എന്ന് പറയുമ്പോൾ നിങ്ങളതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഏത് ബാറ്ററി ആണെങ്കിലും. അപ്പം 7Ah 10 കൊണ്ട് ഡിവൈഡ് ഒരു പോയിൻ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ എത്ര 7.7 എന്ന് വെച്ചാൽ 700 മില്ലി ആംബിയറായി മാറി. അപ്പോൾ ഇവിടെ 700 മില്ലി ആംബിയർ സെറ്റ് ചെയ്യണം, 14.2 വോൾട്ടും സെറ്റ് ചെയ്യണം. വോൾട്ടേജ് എപ്പോഴും 2 വോൾട്ട് കൂടുതലായിരിക്കണം ചാർജ് ചെയ്യണമെങ്കിൽ ബാറ്ററിക്ക്. ഇപ്പം 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ 14.2 വോൾട്ട് സെറ്റ് ചെയ്യുന്നു. മില്ലി ആംബിയർ 0.7 700 മില്ലി ആംബിയർ സെറ്റ് ചെയ്യുന്നു. അതെങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. നോക്കിക്കോളൂ. ആദ്യം 14.2. അപ്പോൾ പക്ഷേ വോൾട്ടേജ് സെറ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതും കൂടി പറഞ്ഞുതരാം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഷോർട്ടായാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കൊരു ഡൗട്ട് വരും. വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് 12.4 വോൾട്ടേജിലേക്ക് നോക്കിക്കോളൂ. ഇതാ 12 എന്നുള്ളത് ഞാൻ ഇവിടെ തിരിക്കുക. വോൾട്ടേജിൻ്റെ പ്രീസെറ്റ് തിരിക്കുന്നു. ഇതാണ് ഞാൻ അഴിച്ച് നിങ്ങൾ പുറത്തേക്ക് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. സൗകര്യത്തിന് ഇത് നമ്മൾ സ്കൂൾ 12 എന്നുള്ളത് 16 13 14 14 14.1 0.2 14.5 എത്തിപ്പോയി. 14.2 വോൾട്ട് സെറ്റ് ചെയ്തു. ഇനി 700 മില്ലി ആംബിയർ സെറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്ന ഈ 2 വയർ ഷോർട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, അപകടമൊന്നും വരില്ല. LED കളർ ലൈറ്റ് മാറും. LED നിങ്ങൾക്ക് അകത്ത് കാണാൻ തോന്നും. ഇത് ബോർഡിനകത്ത് LED കാണാം. ഇവിടെ ഞാൻ ഷോർട്ട് ചെയ്യാം. ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1.1 ആംബിയറാണ് കാണിക്കുന്നത് ഇപ്പോൾ ഷോർട്ടിൽ. അപ്പോൾ ആംബിയർ നമ്മൾ കുറച്ച് കൊടുക്കണം.
ഉടൻ കുറച്ച് കൊടുത്ത് 700 മില്ലിയാംസ് എത്തിക്കണം. ഇതാ 90 മില്ലിയാം 700 മില്ലിയാംസിൽ ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് 14.2 രണ്ടാണ് വേണ്ടത്. ഒരു പോയിൻ്റ് അവിടെ മാറിക്കിടക്കുകയാണ്. 14.2 2ൽ 700 മില്ലിയാംസ് നമ്മൾ സെറ്റ് ചെയ്തു. ഇങ്ങനെ ഇത് ഷോർട്ട് ചെയ്ത് പിടിച്ചിട്ടാണ് 700 സെറ്റ് ചെയ്യേണ്ടത്. 0.70 കറക്റ്റ് 700 മില്ലിയാംസ്. ഇനി 2H ബാറ്ററിയിലോട്ട് നേരിട്ട് ഇതിന് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ബാറ്ററി ഇതാ കുറേശ്ശെ ചാർജ് കയറി തുടങ്ങും. ആദ്യം മില്ലിയാംസ് കുറഞ്ഞ് പിന്നെ കൂടി വോൾട്ടേജ് മാറില്ല. അങ്ങനെ അതാണ് കോൺസ്റ്റൻറ്റ് കറണ്ട് ആൻഡ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് കൂടി വരും. ഇത് ഫുൾ ഡിസ്ചാർജ് ആയ ബാറ്ററി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ക്രമീകരണത്തിൽ കൂടി ഒരിക്കലും ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആംബിയറിനേക്കാൾ കൂടുതൽ പോവില്ല. വോൾട്ടേജിൽ മാറ്റം സംഭവിക്കുന്നില്ല. ഇങ്ങനെയാണ് ബാറ്ററി ചാർജറൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ ലിഥിയം അയോൺ ബാറ്ററിക്ക് നമ്മൾ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? 2200 മില്യൻ mAh എന്ന് പറയുമ്പോൾ AH ആക്കുമ്പോൾ 2.2 AH. അപ്പോൾ 20 മില്ലി ആംബിയർ മതി. വോൾട്ടേജ് 3.7. അപ്പം വോൾട്ടേജ് 3.7ലേക്ക് മാറ്റാം. 3.9 വോൾട്ടേജ് 3.7 സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി 20 മില്ലിയാംസ് മതി. അതിനെന്ത് ചെയ്യുന്നു? നമ്മളിതിൻ്റെ ഇത് ഷോർട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇപ്പോൾ 0.57 മില്ലി ആംബിയർ കുറച്ച് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചത്. അത് കുറച്ച് നമ്മൾ 20 മില്ലി ആംബിയർ എത്തിക്കണം. കാരണം അതിന് അത്രേ കറണ്ട് പോകാടോ. കറണ്ട് 20. ഇനി ലിഥിയം അയോൺ ബാറ്ററിയിലേക്ക് കൊടുക്കാം. ഇത് പോസിറ്റീവ് കൊടുക്കുന്നു. നോക്കൂ 160 മില്ലിയാംസ് 0.16 ചാർജ് തുടങ്ങി. വോൾട്ടേജ് 2.5 3.7 ആക്കണം. ഇങ്ങനെയാണ് ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി നിങ്ങൾ ഈ യൂണിറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കറക്റ്റ് ഒരു ബോക്സിലൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ 1-2 പോയിൻറ്റ്സ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി വലിയ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആംബിയർ കൂട്ടേണ്ടി വരും. അപ്പം 10 ആംബിയർ എന്നുള്ള 15 ആംബിയറിൻ്റെ ഒക്കെ ബോർഡ് വാങ്ങാം. അല്ല ഒരു 10 ആംബിയർ താഴെ മതി എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബോർഡ് വാങ്ങി യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ പവർ സപ്ലൈ ആൻഡ് ബാറ്ററി ചാർജർ നിങ്ങൾക്ക് ഒരുമിച്ച് നിർമ്മിക്കാൻ സാധിക്കുന്നത്. ഇത് 5 വോൾട്ടിൽ സെറ്റ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.